മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തുകയാണ്. ഷിനോജ് എസ്.ടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, കൂടിക്കാഴ്ച തുടങ്ങിയോ? എവിടെ വെച്ചാണ് ഇവരുടെ കൂടിക്കാഴ്ച? എനിക്ക് പിന്നിൽ കാണുന്ന കുമരകത്തെ സ്വകാര്യ ഹോട്ടലിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് ഈ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നത്. എം.കെ. സ്റ്റാലിൻ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ചേർന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാർ വിഷയം ഈ കൂടിക്കാഴ്ചയിൽ ഒരു ചർച്ചയാകുമോ എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബർ 10 തമിഴ്നാട് നിയമസഭയിൽ എം.കെ. സ്റ്റാലിൻ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് കേരളത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു തമിഴ്നാട് നിയമസഭയിൽ അന്ന് സ്റ്റാലിൻ വ്യക്തമാക്കിയത്. അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമീപകാലത്തൊന്നും തന്നെ കേരളത്തിലെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാർ ഈ മുല്ലപ്പെരിയാർ വിഷയം ബന്ധപ്പെട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നത് അത്യപൂർവമായ സംഭവമാണ്. അത്തരത്തിലൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ ഈ കുമരകത്തെ സ്വകാര്യ ഹോട്ടൽ വേദിയായിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമോ അതല്ലെങ്കിൽ നാളെ രാവിലെയാണോ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു ചർച്ചയല്ല ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാത്രി തന്നെ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് അടുത്ത വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ വൈക്കത്ത് നടക്കുന്ന തന്തൈ പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം രാവിലെ 10 മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഉദ്ഘാടനത്തിലും എം.കെ. സ്റ്റാലിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ച് പങ്കെടുക്കും. എന്തായാലും ഈ സ്വകാര്യ ഹോട്ടലിൽ തന്നെയാണ് ഈ രാത്രി സ്റ്റാലിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിയുന്നത്. ഈ ദിവസം ഈ രാത്രിയിൽ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടിക്കാഴ്ചയിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ധ്യ. ഷിനോജ്, തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനമൊക്കെ നാളെ വൈക്കത്ത് വെച്ച് നടക്കുകയാണ്. അതിനുശേഷമുള്ള എം.കെ. സ്റ്റാലിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഔദ്യോഗിക പ്രഖ്യാപനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്റ്റാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് തന്തൈ പെരിയോർ ഈ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് സ്റ്റാലിൻ 2 ദിവസ സന്ദർശനത്തിന് വേണ്ടി കേരളത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് സ്റ്റാലിൻ കുമരകത്തുള്ള ഈ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം പൂർണ്ണമായും വിശ്രമത്തിലാണ്. രാവിലെ 10 മണിക്കാണ് ഈ പൊതുയോഗം ക്രമീകരിച്ചിരിക്കുന്നത്. 9 മണിക്കാണ് ഈ സ്മാരകത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം. 9 മണിക്ക് സ്മാരകം ഉദ്ഘാടനം കഴിയുന്നു. അതിനുശേഷം 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഈ പൊതുപരിപാടി നടക്കും. ഈ പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രിയും സ്റ്റാലിനും അതുപോലെ തന്നെ പിണറായി വിജയനും സംസാരിക്കും. ഏകദേശം പ്രത്യേകിച്ച് ഈ തമിഴ്നാട് നിന്നുള്ള പ്രധാനപ്പെട്ട DMK നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വൈക്കത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട DMKയുടെ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 70-80 ബസ്സുകളിലുള്ള DMK പ്രവർത്തകർ, അതായത് ഏകദേശം ഒരു 4000-ഓളം DMK പ്രവർത്തകർ നാളെ വൈക്കത്ത് ഈ പൊതുസമ്മേളനത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം എന്തെങ്കിലും സ്റ്റാലിനുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികൾ ഉള്ളതായിട്ട് ഔദ്യോഗികമായി തന്നെ തമിഴ്നാട് സർക്കാരോ അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഔദ്യോഗികമായ ആളുകൾ തന്നെ ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക പരിപാടി എന്ന് പറയുന്നത് നിലവിൽ ഈ തന്തൈ പെരിയോർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം മാത്രമാണ്. സന്ധ്യ. ഷിനോജ്, ഈ ഒരു കുമരകത്തെ സ്വകാര്യ ഹോട്ടലിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച അല്ലെങ്കിലും മുല്ലപ്പെരിയാർ വിഷയം നമുക്കറിയാം, അതൊക്കെ വലിയ ചർച്ചയായ കാര്യമാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ചർച്ച നടക്കുകയും ഇതിലൊരു തീരുമാനമുണ്ടാവുകയും ഒക്കെ നമുക്കത് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ഒരു ശുഭകരമായൊരു വാർത്ത തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം സ്റ്റാലിനാണ് ഇത് സംബന്ധിച്ച് ആദ്യമായൊരു കാര്യം മുന്നോട്ട് വെച്ചത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന തമിഴ്നാട് നിയമസഭയിൽ നടന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഒരു മറുപടിയായിട്ടാണ് എം.കെ. സ്റ്റാലിൻ ഈ കാര്യം വ്യക്തമാക്കിയത്. അതായത് കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ഈ കാര്യം ചർച്ച ചെയ്യും എന്നുള്ള കാര്യമാണ് അന്ന് സ്റ്റാലിൻ പറഞ്ഞു വെച്ചത്. എന്തായാലും അതിനുള്ളൊരു വേദിയാണ് ഇപ്പോൾ ഈ കുമരകത്തെ സ്വകാര്യ ഹോട്ടൽ നടക്കാൻ പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് ഈ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നത്. സ്റ്റാലിൻ നേരത്തെ തന്നെ ഇവിടെ എത്തിയതാണ്, ഉച്ചയോട് കൂടി എത്തിയതാണ്. എന്തായാലും ഇപ്പോൾ അകത്തേക്ക് മുഖ്യമന്ത്രി കയറിയിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സ്റ്റാലിൻ്റെ ഭാര്യയും സ്റ്റാലിനൊപ്പം ഇവിടെ ഈ കുമരകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഒരു തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഷിനോജ്, കുമരകത്തെ സ്വകാര്യ ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെയും കൂടിക്കാഴ്ച നടക്കുകയാണ്. നാളെ തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം വൈക്കത്ത് വച്ച് ഇരുവരും തമ്മിൽ നടത്തുന്നതാണ്. അതിന്റെ ആവശ്യമായിട്ടാണ് സ്റ്റാലിൻ ഇവിടെ എത്തിയതും. എന്തായാലും ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ല, പക്ഷേ എന്നിരുന്നാലും മുല്ലപ്പെരിയാർ വിഷയമൊക്കെ ചർച്ചയാകും. ഇതിൽ ഒരു ശുഭവാർത്തയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുമരകത്ത് സ്വകാര്യ ഹോട്ടലിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച നടക്കുകയാണ്. ഷിനോജ് എസ്.ടി ആണ് വിവരങ്ങൾ നൽകിയത്.